ऐसे क्यों कुछ तो लिखती हूँ, लिख के मिटाती हूँ मैं रात भर। ऐसे क्यों तुझसे छुपाती हूँ मैं आजकल. എടോ താൻ എവിടെയാടോ? റൂമിലാ? ഒന്ന് അടുക്കളയിലോട്ട് വന്നേ. ആ ആശ പോയല്ലേ? കഴിക്കാനൊന്നും ഇപ്പൊ സമയമില്ലല്ലോ, ധൃതിയല്ലേ? ഞാൻ വന്ന് നോക്കിയായിരുന്നു അവിടെ, അപ്പൊ റൂം അടച്ചിട്ടേക്കായിരുന്നു. താനിങ്ങോട്ട് വാടോ, ഞാൻ അടുക്കളയിലുണ്ട്. അമ്മൂമ്മ അവിടെ എവിടെയെങ്കിലും കാണും. അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങും. ബാ. ആ ശരി, ഒന്നും പറയണെങ്കിൽ വന്നാ മതി. ആ പിന്നെ അല്ലാണ്ട് ഗൾഫിലിരിക്കണതാ? ഓ അങ്ങനെ അർത്ഥം വെച്ച് ഊഹം വെച്ചൊക്കെ സംസാരിക്കാറായല്ലേ? മിക്കവാറും അച്ഛനും അമ്മയും കുറെ കഷ്ടപ്പെടും. യെസ്, ഫുൾ ടൈം അതിന്റെ അകത്ത് തന്നെ ഇരുന്നാ മതിയാ. അമ്മൂമ്മ പേടിച്ച് വെളിയിൽ ഇറങ്ങൂല. സത്യം. അമ്മൂമ്മ ബാലോചന പോയിട്ടൊരു വിവരമില്ലല്ലോ. എന്തായി? എടോ അച്ഛനും അമ്മയും സെറ്റ് ആയടോ. ശരി. ആ ഓരോന്നൊക്കെ പറഞ്ഞാ ഇരിക്കട്ടെ, റിലാക്സ് ആവുമല്ലോ. റിലാക്സ് ആവും. ഒരു ദിവസം തേനേ പാലെന്നൊക്കെ പറയും. അത് കഴിയുമ്പോൾ ഉള്ളും മുനയും വെച്ച് സംസാരിക്കാൻ തുടങ്ങും. ഡേ വെച്ചേ, നീ വല്ലതും പറഞ്ഞു കൊടുത്തിട്ടാന്നോ? അവനിപ്പോ എന്നെ നോക്കുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. വിഷ്ണു അല്ല, മഹേശ്വരൻ. വിഷ്ണു അമ്മൂമ്മയോട് സംസാരിക്കാൻ വരുമ്പോ അമ്മൂമ്മ മോൻ തിരിച്ചിരിക്കുമല്ലോ, പിന്നെ എങ്ങനെയാ വിഷ്ണു സംസാരിക്കുന്നേ? ആ അപ്പൊ എല്ലാം നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെന്തോന്ന് അമ്മൂമ്മ ഇത്? ശ്രദ്ധിച്ചാ കുഴപ്പം, ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പം. ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മൂമ്മ എന്നെ കാണുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ ചേച്ചി കൊള്ളാമെന്ന് നോക്കുന്നേ. ആ എന്തൊക്കെ പറഞ്ഞാലും ചെറുമോന്റെ ഭാര്യയും കൊണ്ട് പടവലത്തെ വീട്ടിലും കുടുംബക്കാരുടെ വീട്ടിലും അവിടുത്തെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകണ്ടല്ലേ? അപ്പൊ 4 ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് അമ്മൂമ്മ നോക്കുന്നത്, അല്ല അമ്മൂമ്മ? ശ്രദ്ധിക്കും. ചേച്ചി സുന്ദരിയല്ലേ? ആരെവിടെ കൊണ്ടുവന്നു? ആവശ്യമില്ലാത്ത കാര്യമൊന്നും ആരും സ്വപ്നം കാണണ്ട. എന്നാലും അച്ഛൻ തിരിച്ചു വന്നില്ലല്ലോ അമ്മൂമ്മ. അവിടെ അടുത്ത് കാര്യം പറഞ്ഞിരിക്കുമായിരിക്കൂടി. അതോ ഇനി അമ്മാവന്റെ അടുത്ത് യുദ്ധം ചെയ്തോണ്ടിരിക്കുവാന്നോ? നീ എന്താ അവനെ ഒന്ന് വിളിക്കാത്തത്? അതിന് ഞാൻ വിളിച്ചതാ അച്ഛനെ. അപ്പൊ എന്തെങ്കിലും പറയാൻ സമ്മതിക്കണ്ടേ? ഫോൺ വെക്കില്ലേച്ചു എന്നും പറഞ്ഞ് അവിടെ നിന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാനങ്ങ് വെച്ച്. ഇനി ഞാൻ അവിടെ ചെന്നാലേ അവൻ അവിടെ നിന്ന് ചാടത്തോളം തോന്നുന്നു. അമ്മൂമ്മ പോകുമ്പോ ചേച്ചി കൂടെ കൊണ്ടു. ഏത് ചേച്ചി? ഈ ചേച്ചി. പിന്നെ കൊണ്ടുപോയാച്ചാലും മതി. കുട്ടി ഒരുങ്ങി കൊണ്ടു നടക്കാൻ നല്ലതാ. അമ്മൂമ്മ ഒരു വിധത്തിൽ അടുക്കണില്ലല്ലോ. ഒട്ടും എടുക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടാ. പറ. നല്ലവരെ സംസാരിച്ചിരുന്ന അമ്മൂമ്മ വീഴും. കാലുവേന ഉണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കെന്താ? നീ എന്റെ കാര്യം നോക്കി പോച്ചേ. അമ്മ ഞാൻ വേണ വല്ല തൈല കുഴമ്പോലെ ഇട്ട് തിരുമ്മി തരാം. അയ്യോ വേണ്ടായേ, പാവപ്പെട്ടവരുടെ കാലൊന്നും പണക്കാര് പിടിക്കണ്ടായേ. എന്തു അമ്മൂമ്മ ഈ പറയുന്നേ? കൊച്ചേ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരില്ലെന്ന്? പിന്നെ നീ എന്തിനാ എന്നോട് സംസാരിക്കാൻ വരുന്നേ? എന്താ അമ്മൂമ്മ കാലുവേന? ഓ കാലുവേദന. അച്ഛൻ വന്നെങ്കിൽ അച്ഛന്റെ മേശ കഴിക്കുന്നത് തൈലം എടുത്ത് തടവായിരുന്നു. ഓ അച്ഛൻ്റെ തൈലം. അച്ഛൻ നിന്റെ അമ്മയുടെ അടുത്ത് പോയി അവിടെ ഇരിക്കുമായിരിക്കും. ആ കൊച്ചിന് അസുഖമൊക്കെ ഒന്ന് ഭേദമായി വന്നതാ. പിന്നെ അവൻ ചെന്ന് ഇനി അതിന് ഇല്ലാത്ത അസുഖമൊക്കെ ഉണ്ടാക്കിക്കും. എനിക്ക് ഉറപ്പാ നിങ്ങളുടെ അച്ഛൻ ഇന്ന് വരികയല്ല, നാളെ എങ്കിലും വരുമോ എന്തോ. അതോ ഇനി അവളെയും കൊണ്ട് വരാൻ നിൽക്കുവാന്നോ? ഞാൻ വന്നു മാമി. മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ല. അവളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട, നീ ഇവിടെ നില്ല്. നിന്റെ അമ്മ പറഞ്ഞ് നീ ഇവിടെ നിൽക്കണതാണ് നിനക്ക് മനസ്സമാനം കിട്ടണമെന്ന്. ഇവിടെ പറഞ്ഞു അവിടെ വൈകിട്ട് അമ്മൂമ്മ വരൂല്ലെന്ന് പറഞ്ഞാ അച്ഛൻ ഉടനെ ഇങ്ങ് വരും. ബാലച്ച ഇഴമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ നീലമ്മ അങ്ങനെ തന്നെ ഉണ്ട്. ഓ സുഖകരം അന്വേഷിക്കാൻ വന്നേക്കണ്. എല്ലാം കൂടെ എന്നെ രോഗിയാക്കിയല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് അതിനെ മനസ്സാവനപ്പെടുത്തണോ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണോ, അതാ ചുറ്റും നിന്ന് വട്ടം കൊണ്ട് എരിയേറ്റി അതിനെ അസുഖക്കരിയാക്കണോ? ആണോ? എടാ നീ മറ്റുള്ളവരെ കുറ്റം പറയരുത് കേട്ടോ. ഞാൻ പറയും, ഞാൻ കുറ്റം പറയും. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ നീലു മാമിയെ വിളിച്ച മാമി ഇങ്ങോട്ട് വന്നാ? മാമി എൻ്റെ കൊമ്പത്ത് കയറിയിരുന്നല്ല. മാമി വന്നിരുന്നെങ്കിൽ അവൾക്ക് അസുഖം വരുമായിരുന്നാ? മാമി അവളെ അമ്മയല്ലോ മാമി. മാമിയല്ലേ അവളത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, അവളെ സമാനപ്പെടുത്തേണ്ടത്, താങ്ങ് നല്ലതായിട്ട് നിൽക്കേണ്ടത്. മാമി ചെയ്തത് അത് ശരി തന്നെ. നിന്റെ അമ്മ ഇങ്ങോട്ടൊന്ന് കയറിയോടാ? നിന്റെ അമ്മ ഇങ്ങോട്ടൊന്ന് കയറിയോന്ന്?
എൻ്റെ അമ്മ അമ്മായി അമ്മ ആവൂല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അമ്മ വേറെ, അമ്മായി അമ്മ വേറെ. അമ്മയ്ക്കാണ് സ്ഥാനം. അത് ശരിയാ. പക്ഷെ നിനക്ക് ഇത്ര വിഷമം ഉണ്ടായപ്പം നിന്നെ സമാധാനിപ്പിക്കാൻ നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നു. ഒരു ഭാര്യയുടെ വിഷമമല്ല ഭർത്താവിന്റെ വിഷമം, അത് വേറെയാണ്. അത് മാമിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ആ, നിനക്ക് എന്ത് പറയുമ്പോഴും മറ്റുള്ളവരുടെ വായടപ്പിക്കാൻ എന്തെങ്കിലും ഒരു മറുപടി കാണും. ഞാൻ പറയുമ്പോൾ ആർക്കും മറുപടി കാണൂല. കാരണം ഞാൻ കാര്യമായ കാര്യമാണ് പറയണത്. ബാലോചന എന്തൊക്കെ പറഞ്ഞാൽ ഇത്ര നാളായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയിട്ട് നീലമെന്ന് വിളിച്ചില്ലല്ലോ, അത് തെറ്റന്നെ ആയിപ്പോയി. എന്റെ കൊച്ച അത് നീ ആര് ചോദിക്കാത്? അച്ഛന് ഇനി മറുപടിയില്ല. അച്ഛൻ്റെ വാ അടഞ്ഞു. ഒരു പുട്ടിന് പീരിയഡുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ന്യായം പറയല്ലേ. ബുക്കറത്ത് വെച്ച് പഠിക്കാൻ നോക്കും. വാ. പാറുവിന്റെ വായു അടഞ്ഞു. ഞാൻ എല്ലായിടത്തും ഒരു കാര്യം പറയും. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറിയെന്ന് തിരിച്ചു വന്നപ്പം എല്ലാവരും മുഖത്ത് എന്തൊരു സന്തോഷം, ആർക്കും ഒരു ക്ഷീണമില്ല, പ്രത്യേകിച്ച് മാമിക്ക്. എന്തോ എല്ലാരും ക്ഷീണിച്ചിരിക്കണോ നീ പറയുന്നേ? ക്ഷീണിച്ചിരിക്കണ്ട, പക്ഷെ എന്റെ കൊച്ചുണ്ടല്ല, കൊച്ചോ എന്റെ നീലു അടിച്ച് നനച്ചുണ്ടെങ്കിൽ പഴതുണി പോലെ ആയിപ്പോയി. എന്താ അവക്കൊന്നും ആകാറൊന്നും കൊടുക്കൂലേ? മാമിക്ക് കുഴപ്പമൊന്നുമില്ല. പഴങ്കഞ്ഞി അടിച്ച് ചക്കപ്പുഴുക്ക് അടിച്ച് മാങ്ങാപ്പാടം തിന്നൊരു വേഷം നടക്കാം. അവളെ ഇങ്ങനായി. കൊച്ച നീ വിളിച്ച് ഒരു തരം ആഹാരം കൊടുത്താൽ മതി. അമ്മ വിശക്കണം വേണോ? ആരും വേണം ചോദിച്ചാ കണ്ടപ്പോണ്ടല്ലേ അതിൽ കൂടെ രക്തമാണോ വന്നിരിക്കും. മാമി ഒന്നും മിണ്ടായിരിക്കണത് ഒന്ന് പറയില്ലേ? പറ. നീ എവിടെ പോയേക്കുമായിരുന്നു? നീ ആണെങ്കിലേ ഗുരു തന്നെ നടന്നല്ലേ പിള്ളേരെ ഭാര്യ ഇട്ടച്ച്. പോയിട്ട് വന്നിട്ട് ഇങ്ങനൊക്കെ ന്യായം പറയാൻ എല്ലാവർക്കും പറ്റും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യ അങ്ങ് നോക്കി അങ്ങ് മറിച്ചാനെയായിരുന്നു. എൻ്റെ കാലോന്ന് പെരുത്ത് കയറുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന ഇവിടെ ഇരുന്നാലേ ഞാൻ വല്ലതും പറഞ്ഞു പോകും. പെരുത്ത് കയറി മുട്ടി കയറി പിടിച്ച് അമ്മമ്മയെ പിടിക്കും. എന്നെ ആരും പിടിക്കണ്ട, ഞാൻ പൊക്കോളാം. പോണൊക്കെയാണ് ഒരു കമ്പൗണ്ട് കൊടുത്ത അസൽ ഡാഗിനി. എന്റെ നീലു